പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ. നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിനും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞ അല്ലസിൻ്റെ കർത്താവ് നിന്റെ വഴിയാത്ര നിനക്ക് മുമ്പേ പോവുകയും ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നിൻ്റെ വഴിയാത്ര നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയായി പൂരിതമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുടുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ തുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സംസാരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മ നിറയട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പരിശുദ്ധാത്മ നിറയട്ടെ. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല, നീ പോകേണ്ട പുതിയ വഴി
എന്ന് നയിക്കുന്നതല്ല ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിലെ നീ പോകുന്ന വഴിക്ക് നിനക്ക് നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിനക്ക് കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴിയാത്രയിൽ സമാന്തരമാക്കി യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. നീ ജീവിതത്തിലെ സന്തോഷത്തോടെ സന്തോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായ സിലുവായുടെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനതകൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണ്, എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവയാണ് പറയണത്. എന്താണ്? നിങ്ങൾ പിറുപിറുക്കരുത്, പിന്നെന്താണ്? മത്സരിക്കരുത്. അതായത് പിറുപിറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. അതുപോലെ മത്സരിക്കണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം. അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും. അതായത് പുറപ്പാട് 15:24 ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല. അപ്പോൾ ജനം പിറുപിറുത്തു. ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം. അനുഭവിക്കാൻ യോഗ്യതയില്ല അവന്മാരെ. പിറുപിറുത്ത മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും. നിസ്സാരമല്ലേ പിറുപിറുപ്പേ. മത്സരം അങ്ങനെയാണ്. നമുക്ക് ജോലി കിട്ടും, നമ്മൾ കല്യാണം കഴിക്കും, പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല. മക്കളുണ്ടാവും, അവരത് നമ്മൾ അനുസരിക്കത്തില്ല. എന്താണ്? ദൈവത്തോടുള്ള മറുതലിപ്പാണ്. നിയമാവർത്തനം 9:7 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ചില ആൾക്കാർ കർത്താവിന് മത്സരിക്കുക, പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടണത്, പ്രാർത്ഥനയിൽ കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. ചില ആൾക്കാർ 2 വെള്ളിക്കും ചവിട്ടും. നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ചു പോയാൽ അവർക്ക് കിട്ടിയല്ല, ഇവർക്ക് കിട്ടിയല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്, അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത്, എന്നിട്ട് അവർ കേടായി പോയല്ലോ, ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് അത് എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് മറുതലിപ്പെന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയില്ല, ഉടമ്പടിയുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ ദൈവം തന്നെയാണ് ഉടമ്പടി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മറുതലിച്ചുകൊണ്ടേയിരിക്കും ചിലരെ. ദൈവത്തോടുള്ള മറുതലിപ്പ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ, അത് മൈക്കില്ലല്ലോ. അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 50 പേരോട് പറഞ്ഞിട്ട് 50 പേര് മറ്റ്50 പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് 50 പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം പ്രസംഗിക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരാണ് മറുതലിപ്പുകാർ, പുറകെ നിൽക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ, വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരിക എന്ന് പറയും. അത് വചനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതലിക്കുന്നു. അപ്പോൾ ഈ ആരാണ് മറുതലിക്കണത്? സുഭാഷിതങ്ങൾ 18:1 വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. അപ്പോൾ ഈ മറുതലിപ്പ് മനസ്സിലായില്ലേ? വേറിട്ട് നിൽക്കുന്നവനാണ് മറുതലിച്ച് നിൽക്കുന്നത്. ഈ ദൈവത്തോട് ഈ പുറപ്പാട് യാത്രയിൽ മറുതലിപ്പ് ഉണ്ടായിരിക്കുന്ന ആരിൽ നിന്നാണ്? വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മോശത്ത് പറയുമ്പോൾ വേറെ വല്ല കാര്യം പറഞ്ഞുകൊണ്ട് പുറകിൽ കൊണ്ട് കുത്തിരിക്കും, ഗ്രൂപ്പ് കൂടി കുറിം കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാ മറുതലിച്ചിരുത്. എന്ത് പറ്റി? മരുഭൂമി മരിച്ചു വീണ് അവന്മാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം, അവരുടെ മക്കൾ അതാണ് നാട് പ്രവർത്തിക്കുന്നത്. അപ്പം മറുതലിപ്പത്തെ നല്ല സുഖമുള്ള ഏർപ്പാടല്ല. വേറിട്ട് നിൽക്കാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, തിരുകുമാരനും മാതാവിനും കോടി നന്ദി. കാരണം
എൻ്റെ പേര് പാർവതി എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ പെരുമ്പാവൂർ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കാരണം ഞങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്ന സമയം അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. എനിക്കൊരു 21 വയസ്സായ സമയത്ത് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും ഉപേക്ഷിച്ച് പോയത്. ഞങ്ങൾ 3 പേരും, എനിക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ ഉപേക്ഷിച്ച് അച്ഛൻ വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോയതാണ്. അന്ന് തൊട്ട് ഞാനും അമ്മയുമാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അവസ്ഥ അത് പറ്റാത്ത കാരണം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് കാനറ ബാങ്കിൽ ഇൻഷുറൻസ് സെക്ഷനിൽ HSBC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിലേക്ക് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ നമുക്കിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, നമുക്കവിടെ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയടുത്ത് ഞാൻ പറഞ്ഞ്, അമ്മേ നമ്മൾ എന്തോരം അലഞ്ഞത് അമ്മേ, ഈ ദൈവങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചതല്ലേ, ആരും നമ്മുടെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിനി അവിടെയും പോണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ അങ്ങനെ പറയല്ലേ, നമുക്കവിടെ പോകാം, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് അമ്മ എന്നെയും അനിയത്തിനെയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന്, അമ്മ ഉടമ്പടി അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ്, അമ്മയുടെ രീതിയിൽ അമ്മ വിശ്വസിച്ചോ, പക്ഷേ എനിക്കിനിപ്പോൾ ദൈവങ്ങളിലുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അങ്ങനെ പറയല്ല, അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിവിടെ അമ്മ ഒരു ദിവസം പറഞ്ഞ്, നിങ്ങളെ രണ്ടുപേരും ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ എത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന്, എന്നെയും എൻ്റെ അനിയത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് ഇവിടെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കിവിടെ വന്നപ്പോൾ തൊട്ടൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണുണ്ട് അമ്മ, ഇത്രയും നാളും ഞാൻ അനുഭവിച്ച പോലെ അല്ല അമ്മേ, എനിക്കിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ മാതാവ് വളരെ ശക്തിയുള്ളതാണ്, മാതാവ് സഞ്ചരിക്കുന്ന മാതാവാണ്, നമ്മുടെ കൂടെ വരും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഫ്രാൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു. കാരണം ഞാൻ ഡിഗ്രിയിൽ ഫ്രഞ്ചാണ് എടുത്തിരുന്നത്. അന്ന് ഞാൻ ഫ്രഞ്ച് എടുത്ത സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഫ്രഞ്ച് എടുത്തതെന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഫ്രാൻസിലേക്ക് പോകണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്നു മനസ്സിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അവിടെ പോകണം എന്നുള്ളൊരു, പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഞങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാനത് അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഫ്രാൻസിൽ പഠിക്കാനായിട്ട് പെട്ടെന്നൊരു ഓഫർ വന്നത്. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് അത് ഫെയിലായിരുന്നു. ഒന്ന് പോളണ്ടിലേക്കും അതേപോലെ തന്നെ ഫ്രാൻസിലേക്കും. പക്ഷെ അത് രണ്ടും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളണ്ടിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏജൻസിക്കാർ വളരെ ഇതായിരുന്നു. അത് കാരണം നമുക്ക് അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോകുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു അത് പോയത് നന്നായി എന്നുള്ളത്. അങ്ങനെ രണ്ടാമതും ഫ്രാൻസിൻ്റെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കിത് പേടിയാവണേണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും, നമ്മുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല, നമുക്ക് പോകണ്ടമ്മേ, വേണ്ടമ്മ അത് ഉപേക്ഷിക്കാം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ആ മാതാവ് എൻ്റെ അടുത്ത് പറയണുണ്ട്, നീ അതിൻ്റെ ഇറങ്ങിക്കോ, നിനക്ക് അതിലുള്ള ഇത് ഫലം മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ വേണോ, നമ്മുടെ കയ്യിൽ 1 പൈസ പോലും ഇല്ല, നമുക്കത് എന്തിനാണ് അത് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഇങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ അമ്മ ഒന്നും പറയണില്ല. പക്ഷേ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഏജൻസി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, 1 രൂപ എടുക്കാനില്ലാത്തടത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ 26 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്, എനിക്ക് 26 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു വഴിയില്ല, ആകെ ഉള്ളത് കുറച്ച് സ്ഥലമാണ്, ആ സ്ഥലത്തിനാണെങ്കിൽ വാല്യൂ ഉണ്ടാവില്ല, കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ വാല്യൂ ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, നീ ആ മാനേജറിനെ, ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ മാനേജറിനെ ഒന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പോണ വഴിയിൽ ഞാൻ ലോൺ ആപ്ലിക്കേഷൻ വെക്കാൻ പോണ വഴിയിൽ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളി തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇടിമിന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ കയറി നിൽക്കാം എന്നുള്ള രീതിയിൽ അവിടെ കയറി നിൽക്കുന്ന സമയത്ത് ഒരു തുമ്പി, ആ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിറക് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു, നല്ല ഒരു വിടർന്ന ഒരു ചിറക്, സാധാരണ ഒരു തുമ്പിയായിട്ട് എനിക്കതിനെ കണ്ടിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഈ തുമ്പീനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്തൊരു ഭംഗിയുള്ള തുമ്പിയാണ്, ഇത് ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കണേണ്. ആ തുമ്പി എൻ്റെ ഒപ്പം, ഞാൻ വണ്ടി ഓടിച്ച് ബാങ്കിലെത്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കണ വരെ ആ തുമ്പി സാറിൻ്റെ ഒപ്പം, അതായത് സാറിൻ്റെ സൈഡിലായിട്ട് ആ തുമ്പി ഇരിക്കണേണ്, ആ അത്രയും നല്ല ഭംഗിയുള്ള ആ ഒരു തുമ്പി അവിടെ ഇരിക്കണേണ്. അപ്പോഴത്തേക്കും ഞാൻ തോന്നി, ഇത് ഞാൻ അവിടെ കണ്ട തുമ്പിയാണല്ലോ, ആ തുമ്പി എങ്ങനെ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കണേണ്.
അതിനുശേഷം പിന്നെ ഞാൻ ആ തുമ്പിനെ അവിടെ കണ്ടിട്ടില്ല. അത് ഞാൻ പേപ്പർ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പാർവതി, ഇത് നമുക്കിപ്പോൾ തന്നെ ശരിയാക്കാം, ഞാനിത് RHലേക്ക് വിട്ടേക്കാം, നീ പേടിക്കൊന്നും വേണ്ട, നമ്മളൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അമ്മ ഇങ്ങനെ ഒരു തുമ്പി എൻ്റെ കൂടെ വണ്ടിയുടെ കൂടെ സഞ്ചരിച്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമ്മുടെ കൃപാസനത്തിലെ ആ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചാരി മാതാവാണ്, നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരും, നിൻ്റെ കൂടെ സഞ്ചരിച്ച് എല്ലായിടത്തും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കാശ് രൂപം, അമ്മയാണല്ലോ ആദ്യം ഉടമ്പടി എടുത്തത്, അപ്പോൾ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, നീ ഇത് കയ്യിൽ വെച്ചോ, അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അന്ന് ആ ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് ഞാൻ വൈകുന്നേരം അമ്മയോടൊപ്പം പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കാത്ത കാരണം ഞാൻ വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യില്ല, അമ്മയുടെ ഒപ്പം പ്രാർത്ഥന എത്തിക്കും, അമ്മയുടെ ഒപ്പം എല്ലാ പ്രതിഷ്ഠ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അമ്മയുടെ ഒപ്പം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്കെൻ്റെ മനസ്സിൽ തോന്നിക്കണേണ്, നീ ഉടമ്പടി എടുക്കുക, നിൻ്റെ കാര്യത്തിന് നീ ഉടമ്പടി എടുക്കുക എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കണേ. അപ്പം ഞാൻ അമ്മേനോട് ഈ ഉടമ്പടി എടുക്കണ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് ഉടമ്പടി എടുക്കട്ടാ, അമ്മ എടുക്കണ പോലെ അല്ല, മോനൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അപ്പം എനിക്ക് മനസ്സിൽ എൻ്റെ പറയണുണ്ട്, നീ ഉടമ്പടി എടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിയോഗങ്ങൾ എഴുതാനായിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്ക് നിയോഗങ്ങളൊന്നും എഴുതാൻ പറ്റണില്ല. കാരണം എനിക്ക് ഏതാ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമേ എഴുതിയത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, തിരുകുമാരനും എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം എന്നാണ് എഴുതിയത്. രണ്ടാമതാണ് ഞാനിങ്ങനെ ഫ്രാൻസിൽ പോണ കാര്യമുണ്ട്, അമ്മയുടെ ഇച്ഛ പോലെ എനിക്കത് നടത്തി തന്നെ, ഞാൻ പോകണതെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കത് അമ്മയുടെ ഇച്ഛ പോലെ എനിക്ക് നടത്തി തന്നോ എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ 2-3 ഉടമ്പടികൾ നിയോഗങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിയോഗങ്ങളായിട്ട് ഞാൻ ആകെ എഴുതിയേക്കണത് അമ്മ എൻ്റെ കൂടെ വേണം എന്നാണ് 6 നിയോഗങ്ങൾ എഴുതിയിരുന്നത്. അതിനുശേഷം അമ്മയടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ ഞാൻ നിയോഗങ്ങൾ എഴുതാൻ പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അമ്മ എഴുതാനായിട്ട്, ഞാൻ ആകെ ഇത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, സാരില്ല മോനെ, നീ എഴുതിയിട്ടുണ്ടല്ലോ, അമ്മ നമ്മുടെ മനസ്സ് കണ്ടോളും, ഇനി ഉടമ്പടിയിലുള്ള ഇതൊക്കെ ചിട്ടകളും കാര്യങ്ങളും മോൻ പാലിക്കണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും ഞാൻ മുടക്കിയിട്ടില്ല. അതേപോലെ ഞങ്ങളുടെ അവിടെ ബത്തേനി ആശ്രമം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാരുടെ ഒരു ആശ്രമമുണ്ട്. അവിടുത്തെ അമ്മമാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു വട്ടം ഞാൻ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററിൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇന്ന് എനിക്കിവിടെ വരുമ്പോൾ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, മാതാവ് നിനക്കെല്ലാം തന്നതിന് ശേഷം നീ ഒരു നേരത്തെ ചായക്കുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, സാരില്ല മോനെ, നമ്മുടെ കയ്യിൽ പൈസ വരുന്നതനുസരിച്ച് നമുക്ക് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു, എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഫസ്റ്റ് ടൈമിലെ ഫീസ് അടച്ച്, അപ്പോൾ ഫീസ് ലോൺ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായി കിട്ടി. നമുക്ക് അറിയാം, ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് 2 മാസമൊക്കെ എടുക്കും നമുക്കൊരു ലോൺ പാസ്സായി കിട്ടാമെന്ന്. പക്ഷെ എനിക്ക് 10 ദിവസത്തിനുള്ളിലാണ് അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം എനിക്ക് ആദ്യം അവിടെയാണ് കിട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ആ ലോൺ എനിക്ക് പാസ്സാക്കി എൻ്റെ കയ്യിലേക്ക് തരുകയാണ് ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് ടൈമിൽ ഫീസ് കെട്ടിയതിന് ശേഷം ഫീസ് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, കോളേജിൽ എത്തിയിട്ടില്ല, ക്രിസ്മസും കാര്യങ്ങളൊക്കെ കാരണം അവിടെ എല്ലാം ലീവാണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു അവധി ദിവസമാണ് എൻ്റെ ഫീസ് അവിടെ എത്തിയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നത്. അതെങ്ങനെ വന്നു എന്നോ അതോ എന്താണെന്നോ ഒരു കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അന്നാണ് അവിടെ പറഞ്ഞത്, അവിടെ സ്പെഷ്യൽ വർക്കിംഗ് ഡേ ആയത് കാരണമാണ് അന്ന് ആ മെയിൽ എനിക്ക് വന്നത്. അങ്ങനെ ഒരാഴ്ചയോളം ഫീസ് അവിടെ എത്താതിരുന്ന എൻ്റെ ഫീസ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ കോളേജിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കാണുന്നതാണ്. അമ്മ മാതാവ് ഏതോ ഒരു ഓഫീസറിൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ പാസ്പോർട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലുണ്ട്. അപ്പം അങ്ങനെ നിന്ന് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോഴത്തേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ദൈവമേ മാതാവിനെയാണോ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാതാവിൻ്റെ രൂപം നോക്കി സംസാരിക്കുമായിരുന്നു. അമ്മ എനിക്ക് എപ്പോഴെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെടുമോ, അമ്മേനെ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനൊരു കൂട്ടുകാരിനോട് സംസാരിക്കണ പോലെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കണ പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് അത് ഞാൻ ആ രൂപം കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയി.
പക്ഷെ എന്നാലും അമ്മയാണല്ലോ ഞാൻ കണ്ടതെന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം അമ്മയടുത്ത് പറഞ്ഞ്, അമ്മയെ ഞാനിങ്ങനെ മാതാവിനെ സ്വപ്നം കണ്ടേ, ഏതൊരു ഓഫീസറിൻ്റെ സൈഡിലിരിക്കണതായിട്ട് ആ സ്വപ്നം കണ്ടേന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ കാണും, മാതാവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കാണണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, പാർവതിയുടെ 2 സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ് സെമസ്റ്ററിൻ്റെ. 5ഉം 6ഉം സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതില്ലാതെ നമുക്ക് ഒരു പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 2ഉം 6ഉം എവിടെയാണ് മിസ്സായേക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല, എൻ്റെ കയ്യിൽ ഇത്രയും സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൺസോളിഡേറ്റഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം മാർക്കും ഉണ്ടല്ലോ സെമസ്റ്റർ വൈസ്, അപ്പോൾ അത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് നമ്മളെല്ലാ മാർക്ക് ഷീറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അപ്പോൾ അത് കാരണം ഈ 2 മാർക്ക് ഷീറ്റ് ഇല്ലാണ്ട് നിനക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണല്ലോ പറയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത്. അപ്പോൾ ഊട്ടിയിൽ പഠിക്കുന്ന സമയത്ത് അവിടം വരെ പോയി വരാനുള്ള യാത്ര കാരണം ഞാൻ അവിടുത്തെ സാറിനെ വിളിച്ച് ചോദിച്ചു, സാറേ അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് എൻ്റെ രജിസ്റ്റർ നമ്പറൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പാർവതി നിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, നീ ഇവിടെ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണതാണ്, സൈൻ ഇടാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് തരില്ല, അപ്പോൾ നീ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണം, നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായേക്കണെയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീ ആ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് 10,000-16,000 രൂപ ചിലവ് വരും, ഒരു സെമസ്റ്ററിന് ഒരു 6,000 രൂപ വെച്ച് ചിലവ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ നമ്മുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിനെ വിളിച്ചോ, നീ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ ആ വിശ്വാസം എന്നിലും അമ്മയിലോടുള്ള കൂടുതൽ എന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഞാനും അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണേണ്, അമ്മ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ, എല്ലാ തടസ്സങ്ങളും എനിക്ക് മാറ്റിത്തരണേ, അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എവിടെയാണ് പോയേക്കണേന്ന് അറിയില്ല, എവിടെയോ ഉണ്ടെങ്കിലും എനിക്കത് തന്നേക്കണം, എൻ്റെ കയ്യിൽ 1 രൂപയില്ല എന്ന് പ്രാർത്ഥിച്ച്. അതിനുശേഷം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി സർട്ടിഫിക്കറ്റ് നോക്കി എന്നിട്ട് കാര്യമില്ല മോനെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ പോകണേണ്. പാലക്കാട് പകുതി എത്തിയപ്പോൾ അമ്മ കിടക്കണമായിരുന്നു. അമ്മ പെട്ടെന്ന് കിടന്നിടത്ത് അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോനെ ഒന്നും കൂടി കോളേജിലേക്ക് വിളിച്ചു നോക്കിക്കേ, ഇപ്പോൾ കോളേജിൽ എനിക്ക് തോന്നണ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയുടെ ചോദിച്ചു, അമ്മ ഇത്രയും നാൾ നമ്മൾ ഒരാഴ്ചത്തോളം അവരെയാണ് വിളിച്ച് ചോദിച്ചത്, പിന്നെ എന്തിനാണ് നമ്മൾ വിളിച്ച് ചോദിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ വിളിച്ച് ചോദിക്കുക, ഞാനല്ലേ പറയണം, നീ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ഒന്നും കൂടി നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ്, എൻ്റെ പാർവതി ഇവിടെ ഇല്ല, ഞങ്ങൾ ഒരുപാട് നോക്കി, ഇവിടെ ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വെച്ച്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, പാർവതി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വരട്ടെ, ഞങ്ങൾ ഒന്നും കൂടി ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രദക്ഷിണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണേണ്, വിശ്വാസ പ്രമാണം ചൊല്ലണുണ്ട്, എല്ലാം ചൊല്ലണ്ട. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ആ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മനസ്സിൽ മാതാവ് വന്നിട്ട് കാണിക്കണേണ്, ഞാൻ നിനക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോളേജിൻ്റെ ഉള്ളിൽ അമ്മ മാതാവ് നിൽക്കണതായിട്ട് അമ്മയുടെ മനസ്സിൽ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ണ് തുറന്ന് കാണുന്ന ഒരു സ്വപ്നമാണ് അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ മാതാവ് അവിടെ എത്തിയിട്ടുണ്ട് മോനെ, അമ്മ അവിടെ നിന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞ് നിൽക്കാതെ സാർ എന്നെ വിളിച്ചിട്ട് പറയണേ, നിൻ്റെ ആ സർട്ടിഫിക്കറ്റ് 2ഉം ഇവിടെ ഉണ്ട് എന്ന്. ഞാനത് കേട്ടപ്പോഴത്തേക്കും ഞാനും അമ്മയും ട്രെയിനിൽ ഇരുന്ന് തന്നെ മാതാവിന് 100 കോടി നന്ദി ഞങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്കും മാതാവിന് 100 കോടി ഞങ്ങൾ നന്ദി പറഞ്ഞു അവിടെ ഇരുന്ന് തന്നെ. അതിനുശേഷം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി, സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്നു, എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്നലെ അത് കഴിഞ്ഞ് വിസക്കെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിസ വരണില്ല, കുറേ ദിവസമായി വിസക്ക് വെച്ചിട്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, അമ്മേ എനിക്ക് പേടിയാവണുണ്ട്, ഇത്രയും നമ്മൾ പൈസ മുടക്കി, ഒരു 10-16 ലക്ഷത്തോളം നമ്മൾ ഇത്രയും മുടക്കിയേക്കണേണ്, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് വിസ വരൂല അമ്മേന്ന് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണേണ്. അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, അമ്മ എൻ്റെ കൂടെ സംസാരിക്കണതായിട്ട്. അപ്പം അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫോട്ടോ നോക്കി ചിരിക്കും, അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ, അമ്മേ ഇത് വരില്ല അമ്മേ, വിസ വരില്ല അമ്മയെന്ന് വെച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഞാൻ പ്രാർത്ഥിക്കണ ആ രൂപത്തിൽ ഒരു ചിരി ഞാൻ കണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ച് എനിക്ക് വിസ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലെ ഞങ്ങൾ ഇരുന്ന് ഞാനിങ്ങനെ കസേരയിലാണ് അമ്മയുടെ ഒരു ഫോട്ടോയും എല്ലാം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനിങ്ങനെ കസേരയിൽ തല വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ്, അമ്മ ഞാൻ അമ്മയുടെ മടിയിൽ തല വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് തല ഇങ്ങനെ വെച്ച് കിടക്കണേണ്. എന്താണ് എനിക്ക് അനുഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ എന്നെ തലോടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പർശന സുഖമില്ലേ, അതാണ് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ അനുഭവിച്ചത്. കാരണം അമ്മ മാതാവ് ഞാനിങ്ങനെ മടിയിൽ തല വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തലയിൽ കൈ വെച്ച് തടവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനവിടെ ഇരുന്ന് ഒരുപാട് ഇന്നലെ കരഞ്ഞായിരുന്നു, വിസ വന്നില്ലല്ലോ അമ്മേ, എന്ത് ചെയ്യും എന്ന് ചോദിച്ച്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പറഞ്ഞത്, അമ്മ എൻ്റെ അടുത്ത് ഒരാഴ്ചയായി പറയണത്, മോനെ നമുക്ക് വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോകാം, എന്താണെങ്കിലും അമ്മ ലീവ്
ലീവ് എടുക്കുക. അമ്മ ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അമ്മക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ സാലറി കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മാസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാലറി വേണം. ഞാൻ 3 മാസമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, സാരല്ല മോനെ, അമ്മേനെ കാണാൻ നമുക്ക് അവിടെ പോകാം, സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട് ഇന്നലെ ജപ്തി നോട്ടീസൊക്കെ വന്ന് ഒട്ടിച്ച്. കാരണം അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതോടുകൂടി അച്ഛൻ ലോൺ അടക്കാതെയായി. അപ്പം അങ്ങനെ ജപ്തി നോട്ടീസൊക്കെ ഒരു മനസ്സിന് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഇന്ന് വന്നത്. ഇന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അച്ഛനെ ബ്ലെസ്സിങ് മേടിക്കാനായിട്ട്. പക്ഷേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ലല്ലോ അമ്മ, എന്ത് ചെയ്യും അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, മാതാവ് നമ്മളെ കാണിക്കും, നമുക്ക് കാണാൻ പറ്റും അച്ഛനെ, നീ പേടിക്കണ്ട, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, നീ വിശ്വസിക്കണത് മാതാവിലല്ലേ, നീ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇന്നിവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പം അമ്മക്കാണ് ആദ്യം ടോക്കൺ കിട്ടിയത് ജപ്തിയുടെ നോട്ടീസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച്. അപ്പോൾ ഇന്ന് അവിടെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിൻ്റെ ഫീസ് അടിച്ച റെസിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വന്ന് അമ്മ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ടോക്കൺ എടുക്കാൻ കയറിയപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കണം. ഇപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നേക്കണേണ്, എൻ്റെ വിസ അപ്രൂവലായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പം തന്നെ ഇവിടെ വന്ന് അമ്മയ്ക്ക് 100,000 നന്ദി ഞാനിവിടെ നിന്ന് പറഞ്ഞു. കാരണം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, മാതാവേ എൻ്റെ മോക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വന്ന് സാക്ഷ്യം പറയും. അത് ഏത് ദിവസമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലീവ് എടുത്താണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയും. എനിക്ക് അമ്മ മാതാവിനോട് അത്രയും നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇന്ന് ആ വിസ വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾ ഈ സന്നിധിയിലുണ്ട് സാക്ഷ്യം പറയാനായിട്ട്. അമ്മ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അമ്മയുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പറയാൻ ഒരുപാടുണ്ട്. എനിക്ക് പറഞ്ഞാൽ അത്രയും തീരില്ല. കാരണം ഓരോ വട്ടവും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. പൂജ്യമെന്ന് പറയാൻ പറ്റില്ല, മൈനസിൽ നിന്ന ഞങ്ങളെയാണ് അമ്മ ഇന്നിപ്പോൾ ഒരു വിസ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേക്കണത്. അപ്പോൾ അമ്മേനെ വിശ്വസിച്ച് നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ 100-101% ഉറപ്പാണ്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അതേപോലെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അവിടെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ ആശ്രമത്തിൽ അമ്മമാരെ സഹായിക്കുമായിരുന്നു. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 100 കോടി നന്ദി മാതാവിനും തിരുകുമാരനും ഞാൻ പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഇപ്പോൾ മാനുഷികമായ യുക്തിയിൽ ചിന്തിക്കുമ്പം നമുക്ക് ചുറ്റുമുള്ളവരല്ല, ദൈവമാണ് നമുക്ക് എപ്പോഴും താങ്ങായിട്ടുള്ളത്. അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു, അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ, പൂർണ്ണ മനസ്സോടെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അത് ദൈവത്തിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. കർത്താവ് ഇതൊക്കെ നേരത്തെ തന്നെ പറയുകയും അതിനുള്ള സാക്ഷ്യമായിട്ട് ജീവിക്കുകയും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയും ചെയ്തൊരു സത്യമാണ്. ഇത് തന്നെയാണ് കർത്താവ് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലും പഠിപ്പിക്കുന്നുണ്ട്. എന്നെ പ്രതി നിനക്ക് എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാം, ഭാര്യയോ മക്കളെയോ മാതാപിതാക്കളെയോ. അപ്പം ദൈവം ഈ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിത് മനസ്സിലാവും. പക്ഷേ ചില ജീവിത സാഹചര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാതാവ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഈ കുടുംബം, അല്ലെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞ മകളും അമ്മയും വിശ്വസിത്തക്ക വിധത്തിലുള്ള അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:5 പറയുന്നുണ്ട്, കേട്ടാൽ ആരും വിശ്വസിക്കാത്ത വിധത്തിലുള്ളൊരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ യുക്തിക്ക് മുകളിൽ നിൽക്കുന്ന കുറേ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം, ഇതിന് മുമ്പേ പറഞ്ഞ സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെ മാതാവ് സഞ്ചരിച്ച് കൂടെ ചെന്നു എന്നതിൻ്റെ അടയാളം ഒക്കെ പറയാനുണ്ട്. അപ്പം ഒപ്പം തന്നെ അടയാളങ്ങൾ, ഇപ്പം ഒരു തുമ്പിയാണെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കാണുന്നൊരു വ്യക്തിയാണെങ്കിലും അതിനോടൊപ്പം തന്നെ സ്വപ്നങ്ങളുടെ കാര്യം ഇവിടെയും പറയുന്നുണ്ട്. അതിപ്പം നമ്മൾ ഈ സ്വപ്നം കാണുന്ന നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും കർത്താവിനെയും മാതാവിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പക്ഷേ നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഈ ഒരു നിയോഗമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്വപ്നം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അത് സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കാമെന്നല്ലാതെ അത് നമുക്ക് അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ എത്രത്തോളം സ്വപ്നം കാണുമെന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും ഒരു ചോദിച്ചിനോ. പക്ഷേ ഈ ഒരു അമ്മയും മകളും ഈ ഒരു കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടും മാതാവ് അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും, എന്നാൽ അത് ഈ ഒരു സമയത്തിനിടയിൽ തന്നെ വേഗം തന്നെ നടക്കുന്നതായിട്ട്, അപ്പം കാണുന്ന സ്വപ്നവും നടക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തെളിവിൻ്റെ ഒരു ആവശ്യം ഇല്ല.
അപ്പോൾ നമ്മൾ കേൾക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കർത്താവ് എപ്പോഴും ഉപമകൾ പറഞ്ഞിട്ട് പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് എപ്പോഴും സൂചിപ്പിക്കും. അപ്പോൾ അത് വലിയൊരു ക്ലോസാണ്. ആവശ്യമുള്ളവർ, വിശ്വാസമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അതിലേറെ ഒരു ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു സാക്ഷ്യം ഈ മകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുമ്പോഴും മാതാവിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രാർത്ഥിച്ച് മടിയിൽ കിടക്കുന്നത് പോലെ കിടന്നുകൊണ്ട്, അപ്പം അത്രയും ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മാതാവുമായിട്ട്, ഇപ്പം അമ്മയെക്കാളും ഉപരി സംസാരിക്കുകയും മിണ്ടുകയും, പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയല്ല, അതിന് തത്തുല്യമായിട്ടൊരു അനുഭവം കൂടി കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ കേൾക്കുമ്പോൾ അത് അനുഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരുപാട് സാക്ഷ്യം, 10,000-ത്തിലധികം സാക്ഷ്യങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം പേരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുറേയേറെ പേർക്കെങ്കിലും ഇതൊരു അനുഭവവും പ്രാർത്ഥനയ്ക്ക് കാരണമായിട്ട് മാറും. പിന്നെ ഈ മകൾ വന്നപ്പോൾ തൊട്ട് എഴുതുന്ന നിയോഗത്തിലും പ്രത്യേകതയുണ്ടായിട്ട്, ഇപ്പോൾ തുടക്കം തൊട്ട് ഒരു നിയോഗം എഴുതിയപ്പം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നോ എന്തോ ഒരു ബോധ്യം കൊണ്ട് അമ്മയോട് എടുക്കണമെന്നാണ് 6 നിയോഗം എഴുതിയിട്ട് 1 അമ്മയോട് എടുക്കണം, പിന്നെ 1 മാത്രം വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം നീ ക്രമം, അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞില്ല. ഇപ്പോൾ ഇത്രയും 5-6 നിയോഗത്തിൽ 5 നിയോഗം എഴുതിയിരിക്കുന്ന അമ്മയോട് എടുക്കണമെന്നാണ്. ഒരു പക്ഷേ നമ്മളിവിടെ എഴുതി വെക്കുന്ന ഇപ്പോൾ ചിലരുടെ സാക്ഷ്യം കേട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ ഒന്നും നടക്കത്തില്ലെന്നറിയാം, എങ്കിലും എഴുതിയ സാക്ഷി നടന്നു എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ എഴുതിയത് കൊണ്ടാവാം ഒരു പക്ഷേ അങ്ങനെ എഴുതുകയും ഒപ്പം ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും തൻ്റെ കഴിവിന് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഈ ശ്രമങ്ങളെല്ലാം ദൈവം ആശീർവദിച്ചതിന് തുല്യമായിരിക്കും. ഒരു പക്ഷേ ഇതുവരെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ മാതാവ് ഇങ്ങനെ കൊണ്ട് നടക്കണ ഓരോ ദിവസവും അനുഭവം തരുന്നത്. ഇന്നിവിടെ വന്നതും ഈ വിസയുടെ കാര്യം നടക്കണമെന്ന് അച്ഛനെ കാണാൻ, അപ്പം അന്ന് അച്ഛനെ കാണുന്നതിന് മുമ്പ് തന്നെ സാക്ഷ്യം പറയാനായിട്ട് അല്ലെങ്കിൽ അച്ഛനെ കാണേണ്ടി പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ദൈവം ഇടവരുത്തിയെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സമയത്തിന് മേലുള്ള അധികാരത്തിനെക്കുറിച്ച് കാര്യങ്ങൾ വേഗം നടന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം കൂടെയുണ്ടെന്നുള്ള അനുഭവം. കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഈ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം കിട്ടുമെന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരു ശക്തിയും ബലവും ഇല്ല. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം തൻ്റെ ഏറ്റവും ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരു കുടുംബത്തിന് ലഭിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് വ്യക്തമായിട്ട് വിശ്വസിക്കത്തക്ക വിധത്തിലൊരു സാന്നിധ്യവും സ്പർശനവും സ്വപ്നവും ദർശനവും അതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതെല്ലാം ഈ മകളെഴുതിയ നിയോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് പ്രാർത്ഥനയിൽ എനിക്കും തോന്നുന്നു. അപ്പം ഇനി ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ഇനിയും ആഴത്തി വിശ്വസിക്കുന്നുണ്ട്. ഈ സാക്ഷ്യം നമ്മളെയും ഒപ്പം ഇനി മുന്നോട്ട് പോകുന്ന എല്ലാ യാത്രയിലും അമ്മ ഇങ്ങനെ പലരുടെ രൂപത്തിൽ പല ഭാവത്തിൽ മാതാവ് ഇങ്ങനെ സഞ്ചരിച്ച് ചെന്നെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.